കുടിവെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റുമോ മനുഷ്യന്? കുടിവെള്ളം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഏറ്റവും പരമപ്രധാനമായ അടിസ്ഥാന ആവശ്യമാണ്. അത് നിഷേധിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഡ്രോപ്പ് നേരം വിളിച്ച് ടാങ്ക് പൊക്കി നോക്കുമ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കണ്ണീര് വല്ല അതിൽ വീഴുന്നുണ്ടെങ്കിലുള്ളൂ. വെള്ളം സർവത്ര തുള്ളി കുടിപ്പാനില്ലത്രേ. കടവന്ത്ര KP വള്ളോൺ റോഡിലെ 55, 56, 57 ഡിവിഷനിലെ 1000-ഓളം കുടുംബങ്ങൾക്കും പറയാനുള്ളത് ഇത് മാത്രമാണ്. മറ്റു ഡിവിഷനുകളിലെല്ലാം വെള്ളം ലഭിക്കുന്നുവെന്നിരിക്കെ ഇവിടെ മാത്രം സപ്ലൈ നിലച്ചിട്ട് 4.5 മാസം. ഒരു മാസമായി കുടിവെള്ള സപ്ലൈ പൂർണ്ണമായും നിലച്ചു. ഇക്കാണുന്ന റോഡിനക്കരെ 2 വർഷമായി പൈപ്പിൽ വെള്ളം എത്തിയിട്ട് ഒരു തുള്ളി വെള്ളം പോലും കിട്ടുന്നില്ല. എൻ്റെ ടാങ്കാണ് ഇരിക്കുന്നത്. അതിലിപ്പോൾ തുറന്നു നോക്കിയാൽ കാണാൻ പറ്റും. ഒരു ഡ്രോപ്പ് ഇന്ന് കഴിഞ്ഞ ഒരു മാസമായിട്ട് വീണിട്ടില്ല. ഞങ്ങൾക്ക് ഇത് 2 വർഷമായിട്ട് ഞങ്ങൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ചോദിക്കുന്ന പൈസ കൃത്യമായിട്ട് ഒരു ദിവസം താമസിച്ചാൽ ഞങ്ങളുടെ പൈപ്പ് കണക്ഷൻ അവർ കട്ട് ചെയ്യും. ഞങ്ങൾ അടക്കുന്നതാണ്. ഞങ്ങൾക്ക് ആരാണ് കുടിവെള്ളം തരാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ? പൈപ്പ് തുറന്നാൽ കാറ്റു മാത്രം. കാറ്റിന്റെ വേഗം കൂടുമ്പോൾ മീറ്റർ കുതിക്കും. കിട്ടാത്ത വെള്ളത്തിന് ബില്ല് കൃത്യം. വാട്ടർ അതോറിറ്റിയുടെ ബില്ല് വരുന്നതിന് യാതൊരു ഇതില്ല. ഈ വരുന്ന എയറാണ് വരുന്നത്. ആ എയർ വെച്ചിട്ട് മീറ്റർ കറങ്ങിയാലും നമുക്ക് ബില്ല് വരുന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. വാട്ടർ അതോറിറ്റി ഓഫീസിൽ കയറി ഇറങ്ങി. ആവശ്യപ്പെടുന്നത് പുതിയ കണക്ഷനല്ല, 4.5 മാസം മുൻപ് വരെ ലഭിച്ച വെള്ളം വീണ്ടും കിട്ടണം. വളരെ നിഷേധാത്മകമായ നിലപാട്. ഞങ്ങൾക്ക് എല്ലാ ദിവസവും വാട്ടർ അതോറിറ്റി ഇപ്പോൾ ഇവിടുന്ന് എല്ലാ ആഴ്ചയിലും ജനങ്ങൾ അവരുടെ തൊഴിലും സമയമില്ലായ്മയുടെ സമയത്ത് ഈ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ പേരിക്കൊണ്ട് വാട്ടർ അതോറിറ്റി പോയിന്നുണ്ട്. അവിടെ ഞങ്ങൾ ബഹളം ഉണ്ടാക്കേണ്ട അവസ്ഥ വരുന്നത്. ഞങ്ങളുടെ പ്രശ്നം പിന്നെ ഇവിടെ പറയും. വാട്ടർ അതോറിറ്റി ഇത് കേൾക്കണ്ടേ? ഈ ചുറ്റുവട്ടവും ഉപ്പുവെള്ളവും തീരപ്രദേശമായതുകൊണ്ട് ഇവിടെ നമ്മളൊരു കിണർ കുഴിച്ചാൽ നമുക്ക് ശുദ്ധജലം കിട്ടില്ല. വെള്ളമില്ലാഞ്ഞിട്ടല്ല ഇത്, വെള്ളമുണ്ട്, പക്ഷെ പ്രോപ്പറായിട്ടുള്ള പമ്പിങ് ഇല്ല. അല്ലെങ്കിൽ ഇത് ഇവരെ ഞങ്ങളെ ഗവനിക്കുന്നില്ല. ഈ ജല അതോറിറ്റി, വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ്. അത് അവരെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് അവരുടെ സ്ഥാനത്ത് ഇരിക്കരുതെന്ന് മാത്രമല്ല, ആ ശമ്പളം മേടിച്ച് അവർ കഴിക്കരുത്. ഇനി ടാങ്കറുകൾ വെള്ളത്തിന് ആശ്രയിച്ചാലോ? ഇടവഴികളിൽ കയറില്ല. ഈ ലോറി വരുന്നത് എപ്പോഴാണോ എങ്ങനെയാണെന്ന് ഒരു വിവരമില്ല. ചിലപ്പോൾ രാത്രി വരും, ചിലപ്പോൾ വെളുപ്പാങ്കാലത്ത് വരും. ഏത് സമയമാണെന്നൊന്നുമില്ല. പ്രശ്നം ചൂണ്ടിക്കാട്ടി കേസ് കൊടുത്തവരിൽ രോഗബാധിതരും പരാതികൾക്കുമേൽ അടയിരിക്കുന്ന ഉദ്യോഗസ്ഥർ അറിയണം. നിങ്ങൾ നിഷേധിക്കുന്നത് ജീവിക്കാനുള്ള അവകാശം കൂടിയാണ്. വായു, വെള്ളം, ഭക്ഷണം, മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ് ഇതൊക്കെ. ഇതിൽ കുടിവെള്ളമില്ലെന്ന് പറയുന്ന കടവന്ത്ര KP വള്ളോൺ റോഡിലെ ഈ 500 കുടുംബങ്ങൾ ഇന്നലത്തെ മഴയ്ക്ക് പൊട്ടിമുളച്ചവരല്ല. മുട്ടാത്ത ഉദ്യോഗസ്ഥ വാതിലുകളില്ല. ഇനി ചോദിക്കാനും പറയാനുമുള്ളത് മന്ത്രി റോഷി അഗസ്റ്റിനോട് മാത്രമാണ്. ഇവർ അപേക്ഷിക്കുകയാണ് ഒരിറ്റു കുടിവെള്ളത്തിനായി. കൊച്ചിയിൽ നിന്നും ശ്യാമലി ശശിധരൻ, മാതൃഭൂമി ന്യൂസ്.